ഹായ് ഹലോ. ഇന്നെൻ്റെ വിസ റിന്യൂ ചെയ്യേണ്ട ദിവസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദുബായ്ക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് ഒരു എയർപോർട്ട് ടു എയർപോർട്ട് യാത്രയാണ്. അപ്പം എയർപോർട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ബഹ്റിൻ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബഹ്റിൻ എയർപോർട്ട് എത്തി. ഇനി നമുക്ക് അകത്തേക്ക് കടക്കണം. ഇവിടെ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. എനിക്ക് വിസ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് ടെൻഷനാണ്. നാട്ടിൽ പോകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ ഞാൻ അകത്തേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പോകാം. അങ്ങനെ എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞാനിനി അകത്തേക്ക് കിടക്കുകയാണ്. അവിടെ ഇമിഗ്രേഷനിൽ പോയി അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ഗേറ്റിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെയാണ് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ഗേറ്റിലെത്തി. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാം. കുറച്ച് സമയമുണ്ട്, 1 മണിക്കൂറും കൂടി നമുക്കുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സമയം ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാം. അങ്ങനെ ഞാൻ ബഹ്റിൻ എയർപോർട്ട് ഫുള്ള് വായി നോക്കി നടന്നു. അപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് എത്തി. അവരവിടെ നിന്ന് അനൗൺസ് ചെയ്തു. അപ്പം ഞാൻ പോയി ഇവർ നിൽക്കുന്ന ഈ ക്യൂവിൽ ഞാനും പോയി നിന്ന്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി. ഇതാണ് എൻ്റെ സീറ്റ്. ഞാൻ സീറ്റിൽ കയറിയിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റൊക്കെ മൂവ് ചെയ്തു. ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫുഡൊക്കെ എത്തി. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ദുബായിലെത്തി. ഉറങ്ങി എണീക്കുമ്പോഴേ ദുബായിലെത്തും. അങ്ങനെ ദുബായിലെത്തി. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ദുബായിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണം. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് ബസ്സിലേക്കാണ്. ബസ്സിൽ കയറിയിട്ടാണ് ഇനി നമ്മൾ എയർപോർട്ടിനകത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ബസ്സിലേക്ക് കയറി. ശരിക്കും ഞാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ടെൻഷനെല്ലാം ഒന്ന് മാറി. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ഞങ്ങളെല്ലാവരും കൂടി എയർപോർട്ടിനകത്തേക്ക് ചെന്നു. അവിടെ അത്യാവശ്യം നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു. അവിടുത്തെ ചെക്കിങ് എല്ലാം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു. നമുക്ക് പിന്നെ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കിട്ടിയ സമയം കൊണ്ട് ദുബായ് എയർപോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് കാണുമായിരുന്നു. അങ്ങനെ എല്ലായിടവും ഒന്ന് കറങ്ങി നടന്നു. ഇവിടുന്ന് അധികം സാധനങ്ങളൊന്നും ഞങ്ങൾ ആരും വാങ്ങിയില്ല. ആകെ ഞാൻ വാങ്ങിച്ചത് ഒരു പെൻ മാത്രമാണ്. ഒരു പേന വാങ്ങി, അല്ലാതെ വേറെ ഒന്നും ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയില്ല. ഒന്നും നോക്കി നടക്കാൻ പോലുമുള്ള സമയം ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്ന സമയമായി അനൗൺസ് ചെയ്തു. ഞങ്ങളെല്ലാവരും അവിടെ പോയി നിന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് ദുബായിലെ കാഴ്ചകളാണ് ഇനി കാണുന്നത്. രാത്രി ആയതുകൊണ്ട് രാത്രി കാണാൻ നല്ല രസമായിരുന്നു ദുബായ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബഹ്റിനിലേക്ക് തിരിച്ചെത്തി. 1.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അവിടെയും നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും ഇക്കു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി നേരെ വീട്ടിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ റൂമിലെത്തി. ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ, ബൈ.